ഇത് ഫസ്റ്റ് ഒരു 10 പ്രാവശ്യം ഇത് കുലുക്കണം. കുലുക്കിയതിന് ശേഷം ഇത് തുറന്നിട്ട് ഈ ഭാഗം വായിൽ വയ്ക്കുക. വായുടെ അകത്ത് വെച്ചിട്ട് പല്ലുകൊണ്ടും ചുണ്ടുകൊണ്ടും അടച്ചു പിടിക്കണം. ശ്വാസം എടുക്കാം, ഫുൾ ശ്വാസം കളയാം. പ്രസ് ചെയ്തിട്ട് ഉള്ളോട്ട് കൊണ്ടുവന്നിട്ട് 5 സെക്കൻഡ്. വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ മാസ്ക് വെച്ചിട്ട് ഉപയോഗിക്കാം. ഇതും അതുപോലെ തന്നെ 10 പ്രാവശ്യമെങ്കിലും കുലുക്കുക. കുലുക്കിയതിന് ശേഷം ഇതിൽ വയ്ക്കുക, ഈ ഭാഗം വായിൽ വയ്ക്കുക. ആസ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ശ്വാസം മുട്ടലാണ്. നമുക്ക് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യുക. ഇൻഹേലർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി. ഈ ഇൻഹേലർ ഉപയോഗിക്കുന്നത് തെറ്റാണ്. മെത്തേഡ് തെറ്റായതുകൊണ്ടാണ് അസുഖം മാറാത്തത്. മനസ്സിലായോ? ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാകെ 10 പ്രാവശ്യം കുലുക്കണം. ഷേക്ക് ചെയ്യുക. ഇങ്ങനെ 10 പ്രാവശ്യം കുലുക്കണം. 10 പ്രാവശ്യം കുലുക്കിയതിന് ശേഷം ഇത് തുറന്നിട്ട് സാധാരണ ശ്വാസം എടുക്കണ പോലെ എടുത്ത് വെക്കുക. വായിൽ വെക്കുക. അത് വായിൽ വെച്ചിട്ട് പല്ലുകൊണ്ടും ചുണ്ടുകൊണ്ടും കൂട്ടിപ്പിടിക്കാം. വെപ്രാളം കാണിക്കണ്ട, ധൃതി വേണ്ട. എന്നിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നീട്ടി ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് പതിയെ മൂക്കിൽ കൂടെ ശ്വാസം വിടുക.